പ്രത്യേക തരത്തിലുള്ളൊരു സ്നേഹകഥയെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മാനവീയം വീഥിയിലെ റാണിയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് പറയുന്നത് നടുവണ്ണൂരിലെ മണിക്കുട്ടനെക്കുറിച്ചാണ്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഈ പൂച്ച ഞങ്ങളെ കൊടുക്കുന്ന ഒരാളാക്കി ഇവിടെ നിന്നതാണ്. അർദ്ധരാത്രി ഇവിടെ വണ്ടി തട്ടി കഴിക്കുന്നത് ഭയങ്കര പ്രയാസമായി പോയി. പറയാ ഒരു ഭയങ്കര പ്രയാസമായി പോയി. എല്ലാവർക്കും മക്കൾക്കൊക്കെ രാവിലെ നോക്കിയ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ രാവിലെ കൊണ്ടുപോയി. CK വിജയനുണ്ട് നമുക്കൊപ്പം. വിജയേട്ടാ, ഒരു ശബ്ദത്തിൽ കുറച്ച് വ്യക്തത കുറവുണ്ടെങ്കിലും അതിലൊരാളാണ് ഈ മണിക്കുട്ടൻ എന്ന പൂച്ചയെ അല്ലേ പൊന്നുപോലെ നോക്കിയിരുന്ന ആ മണിക്കുട്ടൻ വിട പറഞ്ഞപ്പോൾ അവരുടെ ഒരു സങ്കടമാണ് അവർ ബോർഡിലൂടെ പങ്കുവെച്ചത്. ഇന്നലെ നമ്മൾ മാനവീയത്തിലെ റാണിയെക്കുറിച്ച് പറഞ്ഞാണ്, ഇന്ന് മണിക്കുട്ടൻ. പറയൂ ആ സ്നേഹം. ഇത് ശരിക്ക് 1.5 വർഷം മുന്നെയാണ് ഈ പൂച്ചക്കുഞ്ഞിനെ, ഈ മണിക്കുട്ടൻ എന്ന് പേരിട്ടവർ വിളിക്കുന്ന പൂച്ചക്കുഞ്ഞിനെ അവർക്ക് കിട്ടുന്നത്. അതിൻ്റെ അമ്മയിൽ നിന്നൊക്കെ അകന്ന് അല്ലെങ്കിൽ അകറ്റപ്പെട്ട് ഏതോ രീതിയിൽ ഒരു കുഞ്ഞു പൂച്ചയായിട്ടാണ് ഇവരെ മുന്നിൽ കാണുന്നത്. അപ്പോഴതിനോട് തോന്നിയ ഒരു സഹതാപം, ഒരു ജീവിയോട് തോന്നിയൊരു സഹതാപം അവർ അതിനെ ഏറ്റെടുക്കുന്നു. അതിനെ പാലൊക്കെ കൊടുത്ത് അവരുടെ വളർത്തുന്നു. അങ്ങനെ വളർത്തി അവരുടെ സ്വന്തം ഈ 150 പേരുണ്ട് ഈ സ്ഥലത്തെ നടുവണ്ണൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം ചേർന്നിട്ട്. അവരുടെ ഇടയിൽ അതിങ്ങനെ വളരാൻ തുടങ്ങി. അതിലുള്ള ആൾക്കാർ അതിന് മീൻ കൊടുക്കും, ചോറ് കൊടുക്കും. അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി ആ പൂച്ച അങ്ങനെ വളർന്നു വരികയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ഈ കോവിഡിൻ്റെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തരം ജീവികളോടൊക്കെയുള്ള ഒരു സ്നേഹത്തിൻ്റെ അളവിലൊക്കെ വലിയ രീതിയിലുള്ള വർധന വന്നിട്ടുണ്ട്. മറ്റു ജീവികളെയൊക്കെ സ്നേഹിക്കാനും അതിനെ പോറ്റാനും അതും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശികളാണ് എന്നൊരു ബോധമൊക്കെ കുറേ കൂടി എനിക്ക് തോന്നുന്നു വ്യാപകമായത് ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ കോവിഡ് കാലത്തോടു കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പൂച്ച മണിക്കുട്ടൻ ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട പൂച്ചയാവുന്നത്. ആ പൂച്ച പക്ഷേ കഴിഞ്ഞ ദിവസം രാവിലെ അവർ നോക്കുമ്പോഴേക്കും അത് ചത്തുപോയിരിക്കുന്നു. അതേതോ വാഹനം ഇടിച്ചാണ് എന്നവർക്ക് മനസ്സിലായി. ഏതാണ് വാഹനമെന്ന് കണ്ടെത്താനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ അങ്ങേയറ്റത്തെ സങ്കടകരമായ ഒരു അവസ്ഥയായി അവർക്കത് മാറുകയും അതിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആ പൂച്ചയുടെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫ്ലെക്സ് അടിച്ച് ഒരു ആദരവ് അതിന് കൊടുക്കുകയും ചെയ്തു. സാധാരണ രീതിയിൽ മനുഷ്യൻ ആണ് ഇങ്ങനെ, നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മളിത് കാണാറ്. ഈ തൂണിൻ്റെ മുകളിലൊക്കെ ഇത്തരത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചു വെക്കുന്ന ബോർഡ്. പക്ഷേ ഇത് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവർ ഈ പൂച്ചയോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ ആദരവ് മുഴുവൻ ഈ രീതിയിൽ ഒരു ബോർഡ് വെച്ച് അവരത് പ്രകടിപ്പിക്കുകയാണ്. ഒരു നല്ല സ്നേഹത്തിൻ്റെ കഥയാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് വേറൊരു മണിക്കുട്ടനെ, വേറൊരു പൂച്ചക്കുട്ടിയെ അടുത്ത് തന്നെ കിട്ടട്ടെ. രാഹുൽ അടക്കമുള്ള കൂട്ടുകാർക്ക് താലോലിച്ച് വളർത്താൻ വീണ്ടും കൂടുതൽ കൂട്ടുകാർ അവർക്ക് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി വിജയേട്ടൻ.